തേങ്ങാക്കൊത്തൊക്കെ ഇട്ടില്ലേ മസാലയിൽ വഴറ്റി വറുത്തെടുത്തില്ലേ ഒരു ബീഫ് ഫ്രൈ ഉണ്ടാ. വറുത്തെടുത്ത ബീഫ് ഫ്രൈയോ? ഇവളെന്താണ് ഈ പറയണത്? അതേടോ, നമ്മുടെ കടയിൽ കൊടുക്കുന്ന ഈ ഒരു ബീഫ് ഫ്രൈയുടെ രുചി രഹസ്യം നിങ്ങൾക്ക് എന്താണെന്നറിയണ്ടേ? പിന്നെ ഈ ഒരു ബീഫ് ഫ്രൈയിലെ എത്ര ദിവസം വരെ വേണമെങ്കിലേ കേടാകാതിരിക്കുകയും ചെയ്യട്ടാ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 കിലോ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഊറ്റപ്പാത്രത്തിൽ ഒട്ടും വെള്ളമില്ലാതെ എടുത്തിട്ട് വേണം എന്താ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തേക്കണത്. പിന്നില്ലേ ലേശം നെയ്യൊക്കെ കിടക്കട്ടേന്നേ, എന്നാൽ ആ ഒരു ബീഫ് ഫ്രൈക്ക് ഒത്തിരി ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു മസാല തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു 1/4 കിലോത്തോളം ചുമന്നുള്ളി തൊലിച്ച് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഇതിലേക്ക് 2 തുടം വെളുത്തുള്ളിയാണ് എടുത്തേക്കണത്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി, ഒരു പീസ് ഇഞ്ചി ഇതാ ഇത്രത്തോളം കേട്ടോ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂണോളം കുരുമുളകും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇനി ഉള്ളി അരച്ചതില്ലേ നമുക്ക് ഈ ഒരു ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാകും, ഈ ഉള്ളിയൊക്കെ അരച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ ബീഫ് ഫ്രൈ കുറേ ദിവസം ഇരുന്നാലും കേടാവില്ല എന്ന് പറയണ്ടല്ല, അത് ചുമ്മാതായിരിക്കുമെന്ന്. പക്ഷെ ഒരിക്കലില്ല കേട്ടോ, ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞാണ്. ഈ ഒരു ബീഫ് ഫ്രൈ ഇല്ലേ എത്ര ദിവസം ഇരുന്നാലും ചീത്താവില്ല. ഉള്ളി അരച്ച് കൊടുത്തെന്നും പറഞ്ഞിട്ടും ടേസ്റ്റ് കൂടെയുള്ളൂ. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എരിവിന് ആവശ്യമായ മുളക് പൊടിയും മറ്റേ മീറ്റ് മസാല ഇല്ലേ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മറ്റേ കാശ്മീരി മുളക് പൊടിയില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി യോജിപ്പിക്കണം. അപ്പോൾ ഈ തിരുമ്മി യോജിപ്പിക്കുമ്പോഴേ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് തിരുമ്മണം കേട്ടോ. അപ്പോൾ ആ ബീഫിലേക്കൊക്കെ ഇല്ലേ ഈ ഒരു മസാല പിടിച്ച് നല്ല ടേസ്റ്റായിരിക്കും ബീഫിന്. ഒരു കൈ കൊണ്ട് കുഴച്ചിട്ട് എനിക്ക് തൃപ്തിയായില്ല, അതുകൊണ്ടിട്ട് ഞാൻ പുട്ട് നനക്കണ പോലെ 2 കൈ കൊണ്ട് കുഴച്ചിട്ടാണ് കുഴച്ചെടുത്തത്. ഇനി വേണമെങ്കിൽ അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാട്ടെ, നമുക്ക് സമയമില്ല ഇതിനൊന്നും. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഞാനില്ലേ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാ. ഇതിലൊട്ടും വെള്ളമൊന്നും ഒഴിക്കണില്ല കേട്ടോ, ഒഴിക്കാണ്ടാണ് നമ്മൾ ഈ ഒരു ബീഫ് വേവിച്ചെടുക്കാൻ പോണത്. പല ടേസ്റ്റിലും പല രൂപത്തിലൊക്കെ ഉള്ള ബീഫ് ഫ്രൈയുടെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരു 6 വിസിലിന് ശേഷമാണ് ഞാനിപ്പോൾ കുക്കറൊക്കെ ഒന്ന് തുറന്ന് നോക്കണം. ആവിയൊക്കെ പോയിട്ടാണ്ടാ തുറന്ന് നോക്കിയത്. നോക്കുമ്പോൾ ഇല്ലേ ഒട്ടും വെള്ളം ഒഴിച്ചില്ലെങ്കിൽ എന്താ മലവെള്ളപ്പാച്ചിൽ പോലെ കുറേ വെള്ളം ഇതിലേറി വന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ബീഫിലുള്ള വെള്ളവും പിന്നെ ആ ഉള്ളിയുടെ വെള്ളവും എല്ലാം കൂടി ആയപ്പോഴേ കുറേ ആയിട്ടാ. പിന്നെ ഞാൻ എന്ത് ചെയ്ത് ആ കുക്കറിൽ തന്നെ ഇല്ലേ വെച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണേണ്. ബീഫിലേക്കില്ലേ മസാലയൊക്കെ നന്നായിട്ട് പൊതിഞ്ഞിട്ടാണ് കിട്ടിയേക്കണം, നല്ലോണം വെന്തും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് ഉരുളി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത്. നേരത്തെ നമ്മളെല്ലാം കൂടി കൂട്ടി അരച്ചെടുത്താണ്. അതേപോലെ തന്നെ കുറച്ച് അതായത് ഒരു 1.5 തുടം വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില മാത്രമല്ല കേട്ടോ, വറ്റൽമുളകും ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് കേട്ടോ. തേങ്ങാക്കൊത്ത് ബീഫ് ഫ്രൈയിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ആ ബീഫും തേങ്ങാക്കൊത്തും കൂടിയൊക്കെ കടിക്കുമ്പോഴേ നല്ല ടേസ്റ്റായിരിക്കും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ വെള്ളമൊക്കെ വറ്റിച്ച് വെച്ചേക്കണം ബീഫ് വേണ്ട അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ബീഫ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മൾ നന്നായിട്ടൊന്ന് വരട്ടി ഫ്രൈ ആക്കി എടുക്കണം. അതിനും വേണ്ടി കുറച്ച് സമയം പിടിക്കും, എന്നാലേ ഫ്രൈ ആയി കിട്ടുള്ളൂ. വേണമെങ്കിൽ കുറച്ച് നേരം കൂടി വഴറ്റിയിട്ട് റോസ്റ്റ് രൂപത്തിലെടുത്തിട്ടും കഴിക്കാവുന്നതാണ്. അങ്ങനെയും ടേസ്റ്റാണ്. പക്ഷെ നമ്മളിത് ഫ്രൈ ആക്കി എടുക്കാനാണ് നോക്കണം. വേറെ ഒന്നല്ല, നമ്മുടെ കടയിൽ ബീഫ് ഫ്രൈ ഉണ്ട്. ഞാൻ ബീഫ് റോസ്റ്റായിട്ട് ചെയ്യാറില്ല, ബീഫ് ഫ്രൈയും ബീഫ് കറിയാണ് നമ്മൾ കൊടുക്കണത് കേട്ടോ. അപ്പോൾ കുറേ നേരത്തെ കഷ്ടപ്പാടിനും ഒക്കെ ശേഷമാണ് ബീഫ് ഫ്രൈ ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരവും കൂടി ഫ്രൈ ആക്കി എടുക്കണം, എന്നാൽ മാത്രമേ കുറേ ദിവസമൊക്കെ ഇരിക്കണമെങ്കിൽ ചീത്താകാതെ കിട്ടുള്ളൂ. എനിക്ക് കുറേ ദിവസം വെക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, എനിക്ക് അന്നൊന്ന് തീരണ ബീഫ് ഫ്രൈ ആണ്. പക്ഷേ എന്ന് വെച്ചാൽ നമ്മൾ വീടുകളിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കണമെങ്കിൽ ചീത്താവില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന് ഉദ്ദേശം കേട്ടോ.
പിന്നെ അതേ കുറച്ച് പെരിഞ്ചീരകം കൊണ്ട് എൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബീഫ് ഫ്രൈ ഇളക്കി കൂട്ടുമ്പോഴേ അടി ചേർത്ത് ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ മസാല അടിയിലിരുന്ന് കരിഞ്ഞു പോവും, മുകളിൽ ഫ്രൈ ആയി കിട്ടുകയുമില്ല. അതുകൊണ്ടാണ് പറയണത്. എനിക്ക് വിദേശത്തേക്കൊക്കെ ഓർഡർ കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ ഓർഡർ കിട്ടുമ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണത്. പിന്നെ ഓരോരുത്തർക്ക് ഇനി സംശയങ്ങളുണ്ടാവും, ഉള്ളിയൊക്കെ ചേർത്ത് കൊണ്ടിട്ട് ചീത്തായി പോകുമെന്ന് ഒരിക്കലും ഇല്ല കേട്ടോ. പക്ഷെ വേറൊരു കാര്യം, നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണുണ്ട്. അതായത് ഇതേപോലെ കറുത്ത രൂപത്തിൽ, അല്ലെങ്കിൽ ചീത്തായി പോകും. പിന്നെ എന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നും ഇല്ല കേട്ടോ. ഒന്നാമത്തെ തൊണ്ടക്ക് പാടില്ല, അതുകൊണ്ടിട്ട് ഞാൻ ഇനി അധികം നേരം വലിച്ചൊന്നും നീട്ടണില്ല. അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. നാളെ നല്ലൊരു വീഡിയോ ഇട്ട് ഞാൻ ഓടിയെത്തുന്നതായിരിക്കും. ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ടതിന് താങ്ക് യു.